മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗർ മഹാലക്ഷ്മിയുടെ ക്യാബിനിലേക്ക് കയറി ചെന്ന് അവളോട് അപമര്യാദയായിട്ട് പെരുമാറാണ്. ഞാൻ നിന്റെ മുന്നിൽ എൻ്റെ മനസ്സ് തുറന്നപ്പോൾ നീ എന്താ പറഞ്ഞത്? നിന്റെ ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും നിന്റെ ജീവിതത്തിലില്ലെന്ന്. അന്ന് ഞാൻ കരുതി നിന്റെ ഭർത്താവ് എൻ്റെ കരണം അടിച്ചു പൊട്ടിക്കുമെന്ന്. പക്ഷെ നീ അയാളോട് ഒന്നും പറയാതിരുന്നപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെന്നുള്ള സാഗറിൻ്റെ അറയ്ക്കുന്ന വാക്കുകൾ കേട്ട് നിയന്ത്രണം വിടുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ സാഗറിൻ്റെ കരണം അടിച്ചു പൊട്ടിച്ച് അയാളെ ആ ക്യാബിനിൽ നിന്നും അടിച്ചു പുറത്താക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം മഹാലക്ഷ്മി ആണെങ്കിൽ സാഗറിനെ കുറിച്ച് കണ്ണേട്ടനോട് അന്ന് തന്നെ എല്ലാം തുറന്നു പറയണമായിരുന്നു എന്നാലോചിച്ച് വിഷമിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അനന്തുവാണെങ്കിൽ നേരത്തെ തന്നെ ആ ക്യാബിനിൽ ഒരു ഒളി ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ സത്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനന്തു അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നീട് സാഗർ വേഗം തന്നെ മേഘൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, എല്ലാം കുഴപ്പത്തിലായി സാറേ, സാറ് പറഞ്ഞതുപോലെ ചെയ്തിട്ട് ഞാനാണിപ്പോൾ പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടെ നടന്നതെല്ലാം മേഘനോട് പറയുന്നുണ്ട്. ഇനി അവൾക്ക് കണ്ണനോട് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. അവളിൽ നിന്നും ഒരു ഔദാര്യവും ഇനി പ്രതീക്ഷിക്കേണ്ട. കണ്ണൻ സാറ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ സാറേ, എന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല എന്നെല്ലാം സാഗർ പറയുമ്പോൾ ഇതൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ. മാത്രമല്ല മഹാലക്ഷ്മിയെക്കുറിച്ച് കണ്ണൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ സംശയങ്ങളുള്ളപ്പോൾ അവൾ വീണ്ടും നിന്നോട് അതിരുവിട്ട് പെരുമാറിയപ്പോൾ അവളുടെ ഇംഗിതത്തിന് നീ വഴങ്ങാതിരുന്നപ്പോൾ അവൾ നിന്റെ കരണം അടിച്ചു പൊട്ടിച്ചു. മാത്രമല്ല ആ അനന്തവും അങ്ങനെ തന്നെ കണ്ണനോട് പറയൂ എന്നെല്ലാം മേഘൻ തർപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ സാഗറിനോടായിട്ട്. അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മഹാലക്ഷ്മി ഇനി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മേഘൻ. എന്തായാലും മഹാലക്ഷ്മി ഇതെല്ലാം കണ്ണനെ അറിയിക്കുന്നതിന് മുൻപ് നീ കണ്ണനെ ചെന്ന് കാണണം. എന്നിട്ട് നിന്റെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കണ്ണനോട് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ സാഗറിനെ കണ്ണൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇതിനകം തന്നെ തെളിവ് സഹിതം എല്ലാ സത്യങ്ങളും കണ്ണൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒളി ക്യാമറയിലെ ദൃശ്യങ്ങളെല്ലാം അനന്തു കണ്ണനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അറിയാതെയാണ് കേട്ടോ സാഗർ കണ്ണനെ കാണാനായിട്ട് ചെല്ലുന്നത്. സാഗർ വീണ്ടും മഹാലക്ഷ്മിയെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് കണ്ണന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവനെ അടിച്ച് പുറത്താക്കാനുള്ള ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അത് അടക്കി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും സാഗരെ. മഹാലക്ഷ്മി എന്ന എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടാകുമോ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് കണ്ണൻ പറയുന്നത് കേട്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കണ്ണൻ സാറ് വിശ്വസിച്ചു എന്ന് ആശ്വസിച്ച് സമാധാനിക്കുകയാണ് കേട്ടോ സാഗർ ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം മഞ്ജു ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്, സാഗറിൻ്റെയും കണ്ണൻ്റെയും സംസാരം എല്ലാം. തുടർന്ന് മഞ്ജു വേഗം ചെന്ന് കരുണയെയും ദുർഗയെയും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മിയെ കണ്ണൻ തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നു എന്ന് ആലോചിച്ച് അവരും ശരിക്കും സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മഹിയെ ഇത്രത്തോളം വേദനിപ്പിച്ച സാഗറിന് മഹാലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് തന്നെയായിരിക്കും കണ്ണൻ ആ ഞെട്ടിക്കുന്ന ശിക്ഷ വിധിക്കാനായിട്ട് പോകുന്നത്. അവൻ്റെ കരണം അടിച്ചു പൊട്ടിച്ച് അവിടെ നിന്നും അടിച്ചു പുറത്താക്കുകയോ അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കുകയോ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു ശിക്ഷ കണ്ണൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ കണ്ണൻ ഇത് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ണേട്ടന് അറിയാമായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യവും മഹി തിരിച്ചറിയുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിലെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്